empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബൈബിളിൽ നമുക്ക് പാഠമായി കർത്താവ് നൽകിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സീറോഫിനേഷ്യൻ സ്ത്രീയെക്കുറിച്ചായിരുന്നു. അവളുടെ പേര് എന്താണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ലെങ്കിലും അവളുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങളെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. തൻ്റെ മകളുടെ രക്ഷ തൻ്റെ തന്നെ വിശ്വാസത്തിലൂടെ നേടിയെടുത്ത ഒരു വലിയ അമ്മയാണ് അവളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. തൻ്റെ മകൾ അശുദ്ധാത്മാവ് ബാധിച്ച് വളരെയേറെ കഷ്ടതയിലായ ആ നിമിഷങ്ങളിൽ മറ്റ് പ്രതികൂലങ്ങളിലേക്കോ പ്രതിസന്ധികളിലേക്കോ ഒന്നും നോക്കാതെ കർത്താവിൻ്റെ അടുക്കൽ ഓടി അണഞ്ഞ് അവൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞപേക്ഷിക്കുന്ന ഒരു അമ്മയെയാണ് നമ്മൾ കണ്ടത്. മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം, അവരുടെ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം എന്തെന്ന് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. കർത്താവെ സഹായിക്കണമേ എന്നുള്ള അവളുടെ വിളി കേട്ട് കർത്താവ് അവിടെ വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് കർത്താവ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായത്തിൽ 6-ാം തിരുവാക്യത്തിൽ ദാവീദ് രാജാവ് നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ദാവീദ് രാജാവ് തൻ്റെ കഷ്ടതയുടെ സമയത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ ഉത്തരം ലഭിക്കുന്നതായിട്ടാണ് ദാവീദ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാമും പലവിധ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാണ്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ നമ്മൾ വിളിക്കേണ്ടിടത്ത് ചെന്നെത്തുമ്പോൾ, നിലവിളിക്കേണ്ടിടത്ത് നിലവിളിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്നാണ് കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നത്. ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് എത്തിക്കാം. കർത്താവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു ആശ്രയം ലഭിക്കുക എന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് തരികയാണ്. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെ കേൾക്കുന്ന നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവമാണ് അങ്ങെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിക്കും ദൈവമുണ്ട്. ഹല്ലേലൂയ. മുട്ടിയാൽ തുറക്കുന്ന വാതിലുണ്ട്. ആമേൻ, ആമേൻ. ചോദിച്ചാൽ നൽകിയിടുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. യാചിച്ചാൽ നൽകിയിടുന്ന താതനുണ്ട്. വിശ്വസിക്കുന്ന കർത്താവേ, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കും ദൈവമുണ്ട്. മുട്ടിയാൽ തുറക്കുന്ന വാതിലുണ്ട്. ഹല്ലേലൂയ. ചോദിച്ചാൽ നൽകിയിടുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. യാചിച്ചാൽ നൽകിയിടുന്ന താതനുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കും ദൈവമുണ്ട്. വിശ്വസിക്കുന്ന യേശുവേ, മുട്ടിയാൽ തുറക്കുന്ന വാതിലുണ്ട്. ഹല്ലേലൂയ. ചോദിച്ചാൽ നൽകിയിടുന്ന ദൈവമുണ്ട്. യാചിച്ചാൽ നൽകിയിടുന്ന താതനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കുന്ന യേശുവുണ്ട്. കഷ്ടത നീക്കിടുന്ന ദൈവമുണ്ട്. ഭാരങ്ങൾ മാറ്റിടുന്ന താതനുണ്ട്. രോഗങ്ങൾ നീക്കിടുന്ന ദൈവമുണ്ട്. കണ്ണുനീർ തുടയ്ക്കുന്ന യേശുവുണ്ട്. ഹല്ലേലൂയ. കഷ്ടത നീക്കിടുന്ന ദൈവമുണ്ട്. ഭാരങ്ങൾ മാറ്റിടുന്ന താതനുണ്ട്. രോഗങ്ങൾ നീക്കിടുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനിച്ചാൽ മാനിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. സേവിച്ചാൽ ഉയർത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ.
ഖേദിച്ചാൽ കൂടെയുള്ള നാഥനുണ്ട്, ദുഃഖിച്ചാൽ ആശ്വാസത്തിൻ യേശുവുണ്ട്. മാനിച്ചാൽ മാനിക്കുന്ന ദൈവമുണ്ട്, സേവിച്ചാൽ ഉയർത്തുന്ന ദൈവമുണ്ട്. ഖേദിച്ചാൽ കൂടെയുള്ള നാഥനുണ്ട്, ദുഃഖിച്ചാൽ ആശ്വാസത്തിൻ യേശുവുണ്ട്. കഷ്ടത നീക്കിടുന്ന ദൈവമുണ്ട്, ഭാരങ്ങൾ മാറ്റിടുന്ന താതനുണ്ട്. രോഗങ്ങൾ നീക്കിടുന്ന യേശുവുണ്ട്, എന്നെന്നും കൂടെയുള്ള നാഥനുണ്ട്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോടൊപ്പം എപ്പോഴുമുള്ള എന്താവശ്യത്തിനും ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഏതാവശ്യത്തിലും കർത്താവിൽ മാത്രം അഭയം കണ്ടെത്തി ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ മാതൃക അനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പരിപൂർണ കർത്തൃത്വം കർത്താവിന് വിട്ടുകൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് യൗസേ പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സീറോ ഫിനീഷ്യൻ സ്ത്രീയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവളിലൂടെ ഓരോ അമ്മമാർക്കും ഒരു അമ്മയുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയായിരുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരമ്മയെ നമ്മൾ അവിടെ കാണുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. അവളുടെ അടിയുറച്ച പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്ത അവളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമ്മൾ കണ്ടു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ കാനാൻകാരി എന്ന് വിളിക്കപ്പെടുന്ന അതേ സ്ത്രീ തന്നെയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്ന രീതിയിൽ കർത്താവ് നമുക്ക് പരിചിതമാക്കി തരുന്നത്. നമുക്ക് അവളുടെ ആ ഒരു ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, അവിടെ 25-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. ഇവിടെ കർത്താവ് വ്യക്തമായി പറയുകയാണ്, ഒരു സ്ത്രീ അവൾ കർത്താവിനെ കുറിച്ച് കേട്ട് അവിടെ എത്തിയെന്ന്. നമുക്ക് ആ സ്ത്രീയുടെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ ജീവിതത്തിലൂടെ കർത്താവ് ഇവിടെ നമുക്ക് പാഠമായി തന്നിരിക്കുന്ന ഭാഗത്തിലൂടെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കടന്നു പോകാം. ആദ്യം ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവൾ കർത്താവിനെ കുറിച്ച് കേൾക്കുകയാണ്. കർത്താവിനെ കുറിച്ചുള്ള കേൾവി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നാം എല്ലാവരും കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരാണ്, കർത്താവിൻ്റെ പ്രബോധനങ്ങളെ വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചേ? ആ സ്ത്രീ കർത്താവിനെ കുറിച്ച് കേട്ട് അവൾ പുറപ്പെടുകയാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെല്ലുകയാണ്. നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്, കർത്താവിനെ പറ്റിയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? വിശ്വാസമുണ്ടാകണം. വിശ്വാസ തലത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് കർത്താവിനെ കുറിച്ചുള്ള കേൾവി മാറണം. അല്ലെങ്കിൽ അതിൽ ഫലമുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കർത്താവിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടവരാണ്. അത് നമ്മുടെ വിശ്വാസ തലത്തിൽ എത്രമാത്രം നമ്മെ ഉയർത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഈ സ്ത്രീയെ നോക്കിക്കേ, അവൾ കർത്താവിനെ കുറിച്ച് കേട്ടു. എന്നിട്ട് കർത്താവ് അവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ അവിടേക്ക് ഓടി ചെല്ലുകയാണ്. കർത്താവ് ആയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ എത്തുകയാണ്.
എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അവിടെ 24-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നേ? കർത്താവിനെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശിഷ്യന്മാരോട് ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും അതിനെയൊക്കെ മറികടന്ന് ഈ ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ കർത്താവിങ്കിലേക്ക് എത്തുകയാണ്. അവിടെ തടസ്സങ്ങളുണ്ട്. അവിടെ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് മറ്റു തിരക്കുകളിലേക്ക് ഒന്നും പോകാതെ പ്രാർത്ഥനയിലും ആ ഒരു കാര്യങ്ങളിലൊക്കെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സമയം. അപ്പോഴാണ് സീറോ ഫിനീഷ്യൻ സ്ത്രീ അവിടേക്ക് കടന്നു വരുന്നത്. കർത്താവ് അവിടെ ഉണ്ടെന്ന് കേട്ട് കർത്താവിനെ കുറിച്ച് കേട്ട അവൾ അവിടേക്ക് ഓടിയെത്തുകയാണ്. തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 15-ാം അധ്യായം അവിടെ 22-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. ഇവിടെ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നേ? ആ കാനാൻകാരി, ആ സീറോ ഫിനീഷ്യൻ സ്ത്രീ കർത്താവിനെ അന്വേഷിച്ച് തപ്പിയെടുത്ത് അവിടെ ഓടി വന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. തൻ്റെ ആവശ്യം എന്താണെന്ന് കർത്താവിനോട് അവൾ പറയുകയാണ്. കരഞ്ഞപേക്ഷിക്കുന്ന ഒരു സ്ത്രീ അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വചനമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 19-ാം തിരുവാക്യത്തിൽ മക്കളുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആ വചനം കേട്ടതാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നേ? നമ്മൾ കരഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിലൊക്കെ നിലവിളിച്ച് അപേക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് തിരുവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മുൻപിൽ വന്ന് വിശ്വാസത്തോടെ കരഞ്ഞപേക്ഷിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. തുടർന്ന് 22-ാം വാക്യത്തിൽ തന്നെ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗത്ത്, അടുത്ത ഭാഗത്ത് എന്താ തിരുവചനം പറയുന്നത്? കർത്താവേ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ. എന്റെ മകളെ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ കർത്താവിനെ എന്താ വിളിക്കുന്നേ? കർത്താവേ, ലോഡ്. ലോഡ് എന്ന് പറയുമ്പോൾ തൻ്റെ സർവവും കർത്താവിൻ്റെ മുൻപിൽ അടിയറവ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കർത്താവേ, ദാവീദിന്റെ പുത്ര. ഈ വിജാതിയായ ഈ സ്ത്രീ എങ്ങനെയാണ് ഈശോ ദാവീദിന്റെ പുത്രനാണെന്ന്, കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞത്? അവൾ കർത്താവിനെ കുറിച്ച് കേട്ടിരുന്നു. കർത്താവിനെ അവൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചിരുന്നു. ആ അറിവ് അവളെ എത്തിച്ചത് എങ്ങോട്ടാ? അവൻ ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശുവാണെന്ന തിരിച്ചറിവിലേക്കാണ് ആ സീറോ ഫിനീഷ്യൻ സ്ത്രീ കടന്നു വരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആ ഒരു കർത്തൃത്വത്തെ ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരു സ്ത്രീയെ നമ്മളിവിടെ കാണുന്നത്. അവിടെ ചുറ്റും ആരൊക്കെ ഉണ്ടെന്ന് അവൾ നോക്കുന്നില്ല. നമുക്കറിയാം, അവൾ ഒരു വിജാതിയാണ്. ഒരു കാരണവശാലും യഹൂദരുടെ ഇടയിൽ അവൾക്ക് സ്വാഗതമില്ല. അവൾ തഴയപ്പെട്ടവളാണ്. എന്നാൽ അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഈശോയെ, ദാവീദിന്റെ പുത്ര, കർത്താവേ, എന്നിൽ കനിയണമേ എന്നവൾക്ക് പറയാനുള്ള ധൈര്യം അവൾക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? കർത്താവിലുള്ള അവളുടെ അടിയുറച്ച വിശ്വാസമാണ് അവൾ ഏറ്റുപറയുന്നത്. നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ നമ്മൾ കാണിക്കേണ്ട ഒരു വ്യഗ്രതയെക്കുറിച്ചാണ് ഇവിടെ തിരുവചനം പറഞ്ഞു തരുന്നത്. നമ്മൾ കർത്താവിനെ കുറിച്ച് കേട്ടവരാണ്, കർത്താവിനെ അറിയുന്നവരാണ്, കർത്താവിനെ പിൻപറ്റുന്നവരാണ്. എന്നാൽ പരസ്യമായി കർത്താവിനെ പ്രഖ്യാപിക്കുവാൻ, കർത്താവിനെ ഏറ്റുപറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഈ വിജാതിയായ സ്ത്രീ തൻ്റെ ശത്രുക്കൾ എന്ന് കാണുന്നവരുടെ ഇടയിൽ ഇത് ചെയ്യാൻ അവൾക്ക് സാധിച്ചെങ്കിൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കർത്താവിനെ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടോ എന്നാണ് ഇന്ന് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ നമ്മോട് ചോദിക്കുന്നത്. അതിനായിട്ടാണ് കർത്താവ് ഇവളെ ഇന്ന് നമ്മുടെ മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളിവിടെ കാണുന്നത്.
അവൾ അങ്ങനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അതിൻ്റെ ഫലം എന്താണ് ഉണ്ടായത്? ഒട്ടും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് അല്ല അവൾക്ക് ലഭിച്ചത്. തുടർന്ന് എന്താ തിരുവചനം പറയുന്നേ? അടുത്ത വാക്യത്തിലേക്ക്, 23-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. കർത്താവ് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. അവിടെ കൊണ്ട് തീർന്നോ? തുടർന്ന് അടുത്ത വാക്യം എന്താ പറയുന്നേ? ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. ഇവിടെ ഒന്നിനു പിറകെ ഒന്നായിട്ട് തിരസ്കരണങ്ങളാണ് അവൾക്ക് ലഭിക്കുന്നത്. അവൾ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത്രയേറെ കരഞ്ഞപേക്ഷിച്ചിട്ടും കർത്താവ് ഒരു വാക്ക് പോലും അവളോട് ഉത്തരം പറയുന്നില്ല. ശിഷ്യന്മാരാകട്ടെ അവളെ പറഞ്ഞു വിടാൻ, അവളെ ആട്ടി ഓടിക്കുവാനായി കർത്താവിനോട് പറയുകയാണ്, എന്തിനാണ് ഈ വിജാതിയായ സ്ത്രീയെ ഇവിടെ അനുവദിച്ചിരിക്കുന്നത്? അവർ കർത്താവിനെ ചോദ്യം ചെയ്യുകയാണ്. അവളെ മാറ്റി വിടുവാനായിട്ട് ശിഷ്യന്മാർ വ്യഗ്രത പൂണ്ട് പറയുകയാണ്. ഇതിനൊക്കെ ഇടയിൽ അവൾ മടുത്തു പോകുന്നുണ്ടോ? വീണ്ടും വീണ്ടും ഇത്രയേറെ തിരസ്കരണങ്ങൾ അവൾക്ക് ലഭിക്കുമ്പോഴും അവൾ മടുത്തു പോകുന്നില്ല. കർത്താവിനെ അവൾ വീണ്ടും പിൻപറ്റുകയാണ്. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എന്തേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് സിറോഫിനീഷ്യൻ സ്ത്രീ. അവൾ വിടാണ്ട് പിന്തുടരുകയാണ് കർത്താവിനെ. എന്തൊക്കെ തിരസ്കരണങ്ങൾ വന്നിട്ടും ആരൊക്കെ തള്ളി പറഞ്ഞിട്ടും അവൾ എന്താ ചെയ്യുന്നേ? കർത്താവിനെ വിട്ടു പോകുന്നില്ല. വീണ്ടും വീണ്ടും കർത്താവിൻ്റെ പിറകെ അവൾ അപേക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. തുടർന്ന് 24-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവൻ മറുപടി പറഞ്ഞു, ഈശോ മറുപടി പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ഈ ഒരു വാക്യം കേട്ട് സിറോഫിനീഷ്യൻ സ്ത്രീ അവിടെ തളർന്നു പോകുന്നുണ്ടോ? നിരാശപ്പെടുന്നുണ്ടോ? ഇത്രയേറെ പ്രതികൂലങ്ങൾക്കിടയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടും കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമം വരികയല്ല ചെയ്തേ. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. തുടർന്ന് 25-ാമത്തെ വാക്യത്തിൽ അവൾ എന്താ ചെയ്യുന്നേ? എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യം തന്നെ അവൾ വന്ന് അപേക്ഷ നടത്തി. എന്നാൽ കർത്താവ് അത് ശ്രദ്ധിക്കുന്നതായി ഭാവിക്കുന്നില്ല. തുടർന്ന് ഇപ്പോൾ വീണ്ടും അവൾ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് തിരസ്കരണം തന്നെയാണ്. തുടർന്ന് അവളുടെ ഈ 2ാമത്തെ യാചനയ്ക്ക് കർത്താവ് എന്താണ് മറുപടി പറഞ്ഞതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 26-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ആ ഒരു വാക്യം കേട്ടപ്പോൾ ഈ സിറോഫിനീഷ്യൻ സ്ത്രീക്ക്, വിജാതിയായ സ്ത്രീക്ക് എന്തായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക? ഇവിടെ നായ്ക്കൾ എന്ന് പറയുന്നത് യഹൂദര് പൊതുവെ വിജാതിയരെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്, അങ്ങനെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ അതിന് മറുപടിയായി അവൾ എന്താ പറഞ്ഞത്? 27-ാമത്തെ തിരുവാക്യം. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. എത്രമാത്രം തിരസ്കരിക്കപ്പെട്ടിട്ടും അവഗണിക്കപ്പെട്ടിട്ടും അവൾ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എളിമയോടെ, ക്ഷമയോടെ അവൾ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. വളരെ ജ്ഞാനം നിറഞ്ഞ വാക്കുകൾ അവൾ പറയുകയാണ്. നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്ന്. കർത്താവ് നമുക്ക് പാഠമായി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിലൂടെ നാം ഓരോരുത്തരോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും മടുത്തു പോകുന്ന നമ്മോട് കർത്താവ് എന്താ പറയുന്നതെന്ന് നമുക്ക് സ്വയം ചിന്തിക്കാം. ഈ ഒരു മറുപടി കേട്ടപ്പോൾ കർത്താവ് എന്താ മറുപടിയായിട്ട് പറയുന്നത്? അവസാന വാക്യം 28-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യേശു പറഞ്ഞു, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇളക്കം തട്ടാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ് ഈ സിറോഫിനീഷ്യൻ സ്ത്രീ.
ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തന്നെ എല്ലാവരും കളിയാക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും എല്ലാം ശിഷ്യന്മാരൊക്കെ ഒറ്റപ്പെടുത്തി അവളെ പറഞ്ഞു വിടാൻ പറയുന്നതൊക്കെ ഇവൾ കേൾക്കുന്നുണ്ട്. ഇത്രമാത്രം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായിട്ടും ഉറച്ച വിശ്വാസത്തിലൂടെ അവൾ തൻ്റെ ആഗ്രഹം, തൻ്റെ ആ ഒരു നിയോഗം നേടിയെടുക്കുകയാണ്. തൻ്റെ മകളുടെ സൗഖ്യം അവൾ സ്വന്തമാക്കുകയാണ്. തനിക്കുണ്ടായിരുന്ന ഒരു വാഗ്ദാനത്തെ അവൾ പ്രാപിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സ്ത്രീയിലൂടെ കർത്താവ് എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? നമ്മുടെ മുൻവിധികളെ മാറ്റി നിർത്തി എളിമയോടെ കർത്താവിൻ്റെ മുൻപിൽ നിരന്തരമായ വിശ്വാസത്തോടെ വ്യാപരിക്കുവാനാ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഒത്തിരിയേറെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ അതൊന്നും നമ്മെ പിറകോട്ട് വലിക്കരുതെന്ന ഇവൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു സ്ത്രീയെ ഒരു പാഠമായി കർത്താവ് നമ്മുടെ മുൻപിൽ നിർത്തിയിരിക്കുമ്പോൾ നമുക്കും അവളിൽ നിന്നും ആവശ്യമായ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതിന് നേർ വിപരീതമായിട്ട് ഒരാൾ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന ഒരു നാമാനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അദ്ദേഹം കുഷ്ഠരോഗിയായി തീരുകയാണ്. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അവരുടെ വീട്ടിലെ പരിചാരിക അവൾ പറഞ്ഞത് കേട്ട് ദൈവപുരുഷനായ എലീശായുടെ അടുക്കലേക്ക് നാമാൻ കടന്നു വരികയാണ്. സൗഖ്യം പ്രാപിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ നാമാൻ അങ്ങോട്ട് കടന്നു വരികയാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അവിടെ 9-ഉം 10-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീശായുടെ വീട്ടുപടുക്കലെത്തി. എലീശ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. ഇവിടെ നാമാനും തൻ്റെ ഒരു ആവശ്യവുമായി ദൈവപുരുഷന്റെ അടുക്കൽ വരികയാണ്. ഈ സിറോഫിനേഷ്യൻ സ്ത്രീ വന്നതുപോലെ തന്നെ നാമാനും സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അവൻ രഥങ്ങളും കുതിരകളും തൻ്റെ സകല ശക്തിയും കാണിച്ചുകൊണ്ട് എലീശയുടെ അടുക്കൽ വരുമ്പോൾ തിരുവചനം എന്താ പറയുന്നേ? എലീശ ഇറങ്ങി വരിക പോലും ചെയ്യുന്നില്ല. തൻ്റെ ഭൃത്തിനെ അയച്ച് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു വിടുകയാണ്. ആ ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കാനാണ് നാമാനോട് എലീശ പറയുന്നത്. എന്നാൽ ഇതിനുള്ള പ്രത്യുത്തരമായി അല്ലെങ്കിൽ ഇതിനെന്തായിട്ടാണ് നാമാൻ പ്രതികരിച്ചതെന്ന് 11-ാം തിരുവാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീശ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ഇവിടെ നാമാൻ തനിക്ക് കിട്ടിയ റെസ്പോൺസിനെ എപ്രകാരമാണ് സ്വീകരിച്ചതെന്ന തിരുവചനം പറയുന്നത്. അവൻ ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. വളരെ മുൻവിധിയോടുകൂടി എലീശ ഇറങ്ങി വരും, കൈകൾ വീശി വളരെ അത്ഭുതകരമായിട്ട് തൻ്റെ രോഗത്തെ സുഖമാക്കുമെന്നൊക്കെയാണ് നാമാൻ വിചാരിച്ചത്. എന്നാൽ അവൻ പ്രതീക്ഷിച്ചത് ഒന്നും അവിടെ സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, അതിന് നേർ വിപരീതമായി വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എലീശ നാമാനോട് ആവശ്യപ്പെടുന്നത്. അതിനും നാമാന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് 12-ാം തിരുവാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദമാസ്കസിലെ അബാനായും ഫാർപ്പാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്നും തിരിച്ചുപോയി. ഇവിടെ എളിമപ്പെടാൻ സാധിക്കാത്ത, ആ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നാമാൻ ക്രുദ്ധനായി തിരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സിറോഫിനേഷ്യൻ സ്ത്രീ ആകട്ടെ തന്നോട് പറഞ്ഞത് അതൊന്നും വകവയ്ക്കാതെ തൻ്റെ വിശ്വാസത്തിൽ അവൾ അടിയുറച്ച് നിൽക്കുകയായിരുന്നു. എളിമയോടെ ശാന്തതയോടെ അവൾ അവിടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നാമാൻ പിന്നീട് ഭൃത്യന്മാരുടെ എല്ലാം ആഗ്രഹപ്രകാരം തിരിച്ചു വന്ന് എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. അവൻ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചത് നാമാന്റെ ആ ഒരു റിയാക്ഷൻ ആയിരുന്നു. അവൻ എപ്രകാരമാണ് കർത്താവിൽ നിന്ന് വന്ന ആ സ്വരത്തിനോട് പ്രതികരിച്ചത് എന്നതായിരുന്നു. ഒട്ടും തന്നെ എളിമയുടെ ഒരു ഭാവം നമ്മൾ അവിടെ കാണുന്നില്ല. നേരെ മറിച്ച് സിറോഫിനേഷ്യൻ സ്ത്രീ അവൾ എളിമയോടെ കർത്താവ് പറഞ്ഞതിന് മുൻപിൽ എളിമപ്പെട്ട് താഴ്മപ്പെട്ട് നിന്നപ്പോൾ അവളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, അവളുടെ വിശ്വാസത്തെ കർത്താവ് എല്ലാവരുടെയും മുൻപിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്.
ആ വിശ്വാസത്തെ കർത്താവ് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ വചനത്തിൽ പുതിയ നിയമത്തിൽ യേശു നേരിട്ട് വിശ്വാസത്തെ അപ്രിഷ്യേറ്റ് ചെയ്ത രണ്ട് വ്യക്തികളെ ഉള്ളൂ. ഒരു ശതാധിപൻ, തൻ്റെ വൃത്തിന് വേണ്ടി കടന്നു വന്ന ശതാധിപനെയും പിന്നീട് ഈ സീറോഫിനിഷ്യൻ സ്ത്രീയെയും. അവരുടെ വിശ്വാസത്തെ കർത്താവ് വളരെ വലുതായിട്ട് കാണുകയാണ്. ഇസ്രായേലിലുള്ളവരെക്കാളൊക്കെ വലിയ വിശ്വാസത്തിന് ഉടമകളായിട്ട് അവരെ കാണുകയാണ്. എന്തുകൊണ്ടാ? അവരുടെ ഒരു അവരുടെ താഴ്മയുള്ള ഒരു മനോഭാവത്തെ, എളിമയോടെ കർത്താവിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന മനോഭാവത്തെ, വിശ്വാസത്തിലുള്ള അവരുടെ അടിയുറച്ചുള്ള നിൽപ്പിനെ കർത്താവ് ഇവിടെ വളരെ പുകഴ്ത്തുകയാണ്, ഉയർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത വരുമ്പോൾ നമ്മളുടെ റിയാക്ഷൻ എന്താണ്? നമ്മൾ എന്താണ് കർത്താവിനോട് പറയുന്നത്? നമ്മൾ എത്രമാത്രം എളിമയോടെ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കാത്ത കാര്യമില്ലൊന്നും, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും, പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും, ഈശോയെ ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നിശ്ചയം ഫലം. കർത്താവേ കൃപ ചെയ്യണമേ. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നിശ്ചയം ഫലം. ഹല്ലേലൂയ. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. ഹല്ലേലൂയ. കർത്താവേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ കർത്താവേ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം, കൃപ ചെയ്യണേ ഈശോ. തടുത്തു വച്ചാലൊടുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. ഹല്ലേലൂയ. മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം, തടുത്തു വച്ചാലൊടുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. എന്നോട് ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? പാപക്കെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ? എന്നോട് ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? പാപക്കെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ? പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിലെല്ലാം തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനുള്ള, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ കർത്താവേ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സീറോ ഫിനിഷ്യൻ സ്ത്രീയിൽ നിന്നും കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അതിനനുസരിച്ച് വേണ്ടുന്ന മാറ്റങ്ങൾ നമുക്ക് വരുത്താം. നല്ല ഒരമ്മയായി, പ്രാർത്ഥിക്കുന്ന ഒരമ്മയായി, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയായി മാറുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൽ നിന്നും അതിനുവേണ്ട കൃപകളെ സ്വീകരിക്കാം. പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.